ഹലോ ഗൈസ്, ബ്ലോഗർ വാവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയ മെമ്പർ ദേവ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് റെയിൻബോ ഫ്രണ്ട്സിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേവ ആദ്യത്തെ റെയിൻബോ ഫ്രണ്ട്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് റെയിൻബോ ഫ്രണ്ട്സിലെ ചാപ്റ്റർ 2 ആണ്. അതിലുള്ള ഫസ്റ്റ് ക്യാരക്ടറാണ്. അതിൽ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ, യെല്ലോ, സിയാൻ, ഓറഞ്ച്. ഇവർ ഇത്ര പേരാണ് ഉള്ളത്. പുതിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോയും സിയാനുമാണ് ഇതിലെ പുതിയ ക്യാരക്ടേഴ്സ്. സിയാൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീനിലാണെങ്കിൽ എബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഗ്രീനിന് ബോക്സ് ആയാലും കാണാൻ പറ്റില്ല. കാരണം ഗ്രീനിന് കണ്ണുണ്ട്, പക്ഷേ കാഴ്ചയില്ലാത്ത കണ്ണാണ്, കാണാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ പോയാലും ബോക്സ് ആയാലും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബോക്സിൽ പോയാൽ ബോക്സിനെ അതിനെ മാറ്റിയെടുത്ത് നമ്മളെ പിടിക്കാനുള്ള ഒരു അബിലിറ്റിയാണ് ഗ്രീനിനുള്ളത്. എക്സാമ്പിൾ അതാണ്. ഇങ്ങനെ കൈയുണ്ട്, 2 കൈയുണ്ട്. ആ 2 കൈ നീളമുള്ളതാണ്. അത് വെച്ച് ഇങ്ങനെ തപ്പിയാണ് നമ്മളെ പിടിച്ച് ഇങ്ങനെ ഊരി നമ്മളെ കടിക്കും. അങ്ങനെയാണ് ഗ്രീൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്ലൂവിനെ പറ്റിയാണ്. അപ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ 1 തൊട്ട് നമുക്ക് ബ്ലൂവിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബ്ലൂവിന് അബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേക അബിലിറ്റീസ് ഒന്നുമില്ല. ബ്ലൂ ഒരു ഓർഡിനറി ക്യാരക്ടറാണ്. പിന്നെ അവനെന്താ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോക്സ് ഇട്ടാലും മതി, അവൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും അവന് നമ്മളെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലൂ ആണ് ഏറ്റവും ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന മോൺസ്റ്റർ. അത് മാത്രമല്ല, ബ്ലൂവിന് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ബോക്സ് ആയ ബ്ലൂവിന് നമ്മളെ കാണാൻ പറ്റത്തില്ല. ബോക്സ് മാറിയ പക്ഷെ ബ്ലൂ നമ്മളെ പിടിക്കും. ബോക്സ് ഇട്ടാൽ സേഫാണ്, ബോക്സ് മാറിയ അൺസേഫുമാണ്. ഇനി നേരത്തെ അവനാണ് പറഞ്ഞത്. ഇനി ഞാൻ ഓറഞ്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓറഞ്ചിൻ്റെ എബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഓറഞ്ചിന് നമ്മളെ പിടിക്കാനും പറ്റും, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു ഓറഞ്ച് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഓറഞ്ച് വര ഫ്രണ്ടിൽ കൂടെ കാണും. ഓറഞ്ച് പോകുന്ന സ്ഥലം മുഴുവനും ആ ഓറഞ്ച് വരയാണ്. ആ ഓറഞ്ച് വര കാണുമ്പം നമ്മൾ അപ്പം തന്നെ ഹൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഓറഞ്ചിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല, ആ ഓറഞ്ചിൻ്റെ ആ വരയിൽ വല്ല നമ്മൾ ചവിട്ടിയാൽ ഓറഞ്ച് സ്പീഡ് അവന് ഓടാനുള്ള എബിലിറ്റിയാണ് കൂടുതലും. ഓടി വന്ന് നമ്മളെ പിടിക്കും. അതും ഒരു കാരണമാണ്. പിന്നെ അവന് ഷാർപ്പ് ടീത്താണ് ഉള്ളത്. ഷാർപ്പ് ടീത്ത്. അത് മാത്രമല്ല, നമ്മൾ അപ്പം തന്നെ ഹൈഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് പർപ്പിളാണ്. പർപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പർപ്പിളിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ പർപ്പിൾ എന്ന് പറഞ്ഞാൽ അവൻ വെന്റിൻ്റെ അകത്താണ് ഒളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന് വലിയ കൈകളും, അവൻ്റെ അബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ കൈകളും പിന്നെ ഷാർപ്പ് ടീത്തുമാണ്. നമ്മൾ വെന്റിൻ്റെ അടുത്ത് പോയാൽ അവൻ നിൽക്കുമ്പോൾ നമ്മളെ അവൻ്റെ നീണ്ട കൈ കൊണ്ട് പിടിച്ച് വെന്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി കൊല്ലും. മാത്രമല്ല, റെയിൻബോ ഫ്രണ്ട്സ് ചാപ്റ്റർ 1 2 ആൾക്കാർക്ക് മാത്രമാണ് ഷാർപ്പ് ടീത്ത് ഉള്ളത്. ഓറഞ്ചിനും പർപ്പിളിനുമാണ്. അപ്പോൾ ഇവൻ വെന്റിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് വെന്റ് ലീക്കായി തുടങ്ങിയ പർപ്പിള് വെന്റിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യെല്ലോയിനെ പറ്റിയാണ്. ഇനി ചാപ്റ്റർ 1 റെഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. റെഡിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ജീനിയസ് ആണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 കളിക്കുന്ന സമയത്ത് മൈ ബ്ലോക്ക് ഈസ് ഫെൽ ഓവർ എന്നൊക്കെ അവനോട് എഴുതി കാണിക്കത്തില്ലേ? നമുക്കാദ്യം അറിയത്തില്ല. ഏറ്റവും ലാസ്റ്റ് ലെവൽ ആകുമ്പോഴാണ് നമുക്ക് ഈ കാര്യം അറിയാൻ പറ്റുന്നത്. അതായത് റെഡാണ് നമ്മളെ ഈ ഹാർഡ് ലെവലിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കുന്നതെന്ന്
നമുക്ക് ഈ ലാസ്റ്റ് ലെവലിലാണ് അറിയാൻ പറ്റുന്നത്. അവനാണ് നമ്മളെ ഈ ഫെസിലിറ്റിയിൽ ട്രാപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് ലാസ്റ്റ് ലെവലിൽ മനസ്സിലാകും. മാത്രമല്ല അവൻ നമ്മളെ ഇവിടെ ഈ റെയിൻബോ ഫ്രണ്ട്സിൻ്റെ ഈ ഗുഹയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ബ്ലോക്സ്, ഫുഡ് പാഡ്സ് എല്ലാം തെറിച്ചുപോയി. അതെല്ലാം ഓരോ എഡ്ജിലായിട്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പം അവനെ കൊണ്ട് മാത്രം അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓൺ വേർഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആരോ മാർക്ക് തിരിച്ചു വച്ച് നമ്മുടെ ബസ്സിനെ ക്രാഷ് ആക്കിയിരിക്കുകയാണ് റെഡ് എന്ന് പറഞ്ഞാണ് റെഡ് നമ്മളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷെ സത്യത്തിലും റെഡിനും ആ മോൺസ്റ്റേഴ്സിനും അവരുടെ പേരിൽ തന്നെയുണ്ട് റെയിൻബോ ഫ്രണ്ട്സ് എന്ന്. റെയിൻബോ ഫ്രണ്ട്സ് പറ്റിയുള്ള ഒരു ഒറിജിൻ സ്റ്റോറി നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ റെഡിനും മോൺസ്റ്റേഴ്സിനും ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ വേണ്ടിയാണ്, ഇവരെ കൊല്ലാനും കളിക്കാനും വേണ്ടിയാണ് ഈ കുറേ ബസ്സുകളെയും കുട്ടികളെയും അങ്ങോട്ട് വരുത്തുന്നത്. അതുമാത്രമല്ല, റെഡിൻ്റെ ബ്ലോക്സ് കണ്ടുപിടിക്കാനും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം പറ്റത്തില്ല. റെഡിൻ്റെ ബ്ലോക്സ് കണ്ടുപിടിക്കാനും കൂടെയാണ് റെഡ് ഈ കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോകുന്നത്. അതിൽ ഫസ്റ്റ് ലെവലിൽ സെക്കൻഡ് ലെവലിലൊക്കെ ഓരോ കുട്ടികളൊക്കെ ഡെഡാവും. എന്നിട്ട് ലാസ്റ്റ് ലെവലിൽ ഇപ്പോൾ നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ മാത്രം വേണം അത് കണ്ടുപിടിക്കാൻ. നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ഫസ്റ്റ് ലെവലിലൊക്കെ നമ്മൾ ഡെഡായ സെക്കൻഡ് ലെവലിൽ നമ്മൾ തിരിച്ചു വരുമെന്നാണ്. എന്നാൽ അങ്ങനെയില്ല. ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഡെഡായ സെക്കൻഡ് ലെവലിലും ആ ഡെഡ് ആകാത്ത ആൾക്കാരെ വെച്ച് മാത്രമേ കളിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ലാസ്റ്റ് എസ്കേപ്പിംഗ് ലെവലാകുമ്പോൾ റെഡാണെങ്കിൽ നമ്മളെയും കൂടെ അറ്റാക്ക് ചെയ്യാൻ വരും അല്ലേ? അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷേ ഇത് എത്രയോ പ്ലാൻസ് വച്ച് റെഡിനെ ഒരു റൂമിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ അടച്ചടച്ചുകൊണ്ടിരുന്ന ഒരു തുരങ്കം ഒരു സെവർ ഓപ്പൺ ആവും. ആ സെവറിൻ്റെ അകത്തൂടെ പോയി നമുക്ക് പുറകിലെത്താം. പുറകിലെത്തുന്നതിന് മുമ്പ് ആ സെവറിൻ്റെ അവിടെ ഒരു റിവറുണ്ട്. ആ റിവറിൽ ക്രോക്കഡൈലുണ്ട്. ആ ക്രോക്കഡൈലിൽ കയറാതിരിക്കാൻ വേണ്ടി ഒരു ബ്ലോക്ക് കൊണ്ട് വേണം പോകാൻ. അങ്ങനെ ഒന്നുമില്ലടോ, ബ്ലോക്ക് കൊണ്ട് വേണം പോകാൻ. ബ്ലോക്ക് ആ റിവറിൽ വച്ചിട്ട് ബ്ലോക്കിൽ ചവിട്ടി നമ്മൾ തിരിച്ചിറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലെഴുതിയിരിക്കും ബ്ലൂവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ബ്ലൂവിൻ്റെ ബർത്ത്ഡേ അന്നാണ് ഈ റെഡ് നമ്മളെ കിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഈ ബ്ലൂവിൻ്റെ ബർത്ത്ഡേക്ക് ശേഷം നമ്മൾ റെഡിനെ എങ്ങനെയെങ്കിലും നമ്മളാണ് ഇങ്ങനെ ചെയ്യണം. അതായത് ഒരു റൂമിൻ്റെ അകത്താക്കി അവനാണ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സെവർ ഓപ്പൺ ആയി കഴിഞ്ഞ് അതിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞ് ഒരു കീ വച്ച് ലോക്ക് ഓപ്പൺ ആക്കും, നമുക്ക് എസ്കേപ്പ് ആവാം. അങ്ങനെയാണ് ഫസ്റ്റ് റെയിൻബോ ഫ്രണ്ട്സിൽ എസ്കേപ്പ് ആവേണ്ട. ഈ റെഡാണ് നമ്മളെ ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്നതും റെഡ് മാത്രമാണ് നമ്മളെ ഇതിലേക്ക് വലിച്ചഴക്കുന്നതും. റെഡാണ് നമ്മളെ ഇങ്ങനെ ഒരു ഗെയിമിലോട്ട് ആക്കുന്നതും റെഡ് ആള് മാത്രമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, റെഡിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഓരോ പ്ലാങ്ക്സ് വെച്ച് അവനെ റൂമിൽ വെച്ച് ഇങ്ങനെ അടച്ചാലും അവനാണെ ഓരോന്ന് പൊട്ടിക്കും. അങ്ങനത്തെ ഒരു എബിലിറ്റിയാണ് റെഡിന്. അവനെ കണ്ടാലേ അറിയും അഴിക്കാണെന്ന്. അതുകൊണ്ട് അത്രയ്ക്ക് അവൻ മോശമാണ്. ഞാനിനി പറയാൻ പോകുന്നത്, അതായത് നമ്മളെല്ലാവരും ഇനി പറയാൻ പോകുന്നത് ചാപ്റ്റർ 2 പറ്റിയാണ്. അതിൽ രണ്ട് പുതിയ മോൺസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് യെല്ലോയിനെ ഇപ്പോൾ ദേവ എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യത്തെ ഫസ്റ്റ് ക്യാരക്ടറിന് ജെയിംസ് കെയറിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. യെല്ലോ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ റെയിൻബോ ഫ്രണ്ട്സ് ഫസ്റ്റിലുള്ള ബ്ലൂവിൻ്റെ വിഷൻ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇത് സെക്കൻഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. യെല്ലോ ചെറിയൊരു ബേഡ്, ആ ബേഡിൻ്റെ മദറാണെന്നാണ് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആ യെല്ലോയ്ക്ക് ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി എന്ന് പറഞ്ഞാൽ യെല്ലോ ഒരു ഹെലികോപ്റ്ററാണ്. അത് സ്കൈയിൽ നിന്നും ഹെലികോപ്റ്റർ വെച്ച് കറങ്ങി നമ്മളെ നോക്കും. നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ
അപ്പോൾ അത് സ്പീഡിൽ ഓടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും, നമ്മളെ കില്ല് ചെയ്യും. അങ്ങനെ നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ യെല്ലോ ഉള്ള സ്ഥലം മുഴുവനും ഇപ്പോൾ നമുക്ക് തന്നെ സ്കൈയിൽ കാണാൻ പറ്റും യെല്ലോ എവിടെയൊക്കെയാണെന്ന്. ആ യെല്ലോ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളാണെങ്കിൽ ഹൈഡായി അവിടെ ഒരുപാട് ഹൈഡാക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഹൈഡുള്ള സ്ഥലത്ത് നമ്മൾ കയറിയിരിക്കണം. അവിടെ ഹൈഡായാലേ അവിടെ യെല്ലോ നോക്കിക്കഴിഞ്ഞ് അവിടെ ആൾക്കാരില്ല എന്ന് പറയുമ്പോൾ യെല്ലോ വേറെ ഒരു സൈഡിലേക്ക് പോകും. വേറെ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ മുഴുവനും അതൊക്കെ ചെയ്യണം. അതാണ് യെല്ലോ ഒരു എബിലിറ്റി. അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സിയാനെ പറ്റിയാണ്. സിയാനാണ് നമ്മുടെ രണ്ടാമത്തെ പുതിയ മോൺസ്റ്റർ ഇതിൽ റെയിൻബോ ഫ്രണ്ട്സ് ചാപ്റ്റർ 2. അപ്പോൾ സിയാൻ്റെ അബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഓറഞ്ചിനെ ഈ യെല്ലോയിനെ പർപ്പിളിനെയൊക്കെ അവരൊക്കെ ഫാസ്റ്റുകളാണ്. പക്ഷെ ഇവരെല്ലാവരെയും കാട്ടിലും ഒരു ഫാസ്റ്റ് വെർഷനാണ് സിയാൻ. പിന്നെ ബ്ലൂവിനെ കാട്ടിലും ബ്ലൂവിൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് സിയാൻ എന്ന് പറഞ്ഞാൽ. പിന്നെ സിയാനിന് ഒരു ഇച്ചിരി കൂടെ വലിയ അലേർട്ട് റേഞ്ച് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലൂവിന് നമ്മൾ അവൻ്റെ തൊട്ടടുത്ത് പോയാലേ അവൻ അറിയുള്ളൂ നമ്മൾ അടുത്തുണ്ടെന്ന്. പക്ഷേ സിയാനിന് നമ്മൾ അവൻ്റെ തൊട്ടടുത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം തൊട്ടടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അവിടെ ഒരു ഫുഡ് പാക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലേ. അതുപോലെ സിയാന് നമ്മൾ എവിടെ ഉണ്ടെന്ന് ഒരു വെള്ള കളറിൽ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും സിയാൻ അങ്ങോട്ട് ഓടി വരും. അതാണ് സിയാൻ്റെ എബിലിറ്റി. ബാക്കി ആണെന്ന് പറയും. സിയാനാണ് ഇതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മോൺസ്റ്റേഴ്സിനെ കാട്ടിലും സ്ട്രോങ്ങസ്റ്റും സിയാനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ 2 മോൺസ്റ്റേഴ്സിനെയും ചാപ്റ്റർ 1 മോൺസ്റ്റേഴ്സിനെയും പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ do like, share and subscribe. Bye.